ഹലോ മക്കളെ, നമ്മുടെ USS എക്സാമിനെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു, എന്നാണ് കൃത്യം നമ്മുടെ USSന്റെ ഡേറ്റ് എന്നുള്ളത് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഡേറ്റ് നമ്മുടെ പരീക്ഷാ ഭവൻ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ April 26-നാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് കേട്ടോ. April 26-നാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അപ്പം ഇനി ആർക്കും ഒന്നുകൊണ്ട് ഒരു കൺഫ്യൂഷനും വേണ്ട, ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മുടെ USS പരീക്ഷ എഴുതാനുള്ള യോഗ്യത, നിങ്ങളുടെ എലിജിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് അടുത്തത് അല്ലേ. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് അംഗീകാരമുള്ള അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് USS പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലത്ത്, അതായത് ഗവൺമെന്റ് ആയിക്കോട്ടെ, എയ്ഡഡ് ആയിക്കോട്ടെ, അംഗീകാരമുള്ള അൺഎയ്ഡഡ് വിദ്യാലയങ്ങളായിക്കോട്ടെ, ഇതിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്കാണ് ഇത് എഴുതാൻ പറ്റുക. ഓക്കെ, ഇനി എന്താണ് അടുത്ത ഇത് നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ 2ാം ടേം പരീക്ഷയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനുള്ള എലിജിബിലിറ്റി നോക്കുന്നത്. ഓക്കെ, അതിന് 2 ക്രൈറ്റീരിയ ആണുള്ളത്. ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ്, അതായത് ഭാഷാ വിഷയങ്ങളായിക്കോട്ടെ, ശാസ്ത്ര വിഷയങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും A ഗ്രേഡ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഭാഷാ വിഷയങ്ങൾ 2 പേപ്പറുകളിൽ Aയും 1 Bയും. ഓക്കെ, അതേപോലെ ശാസ്ത്ര വിഷയങ്ങളിൽ ശാസ്ത്ര വിഷയം എന്ന് പറഞ്ഞാൽ ഗണിതം, അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്. ഓക്കെ, ഇനി അതിന് 2 A ഗ്രേഡും 1 B ഗ്രേഡും ആണെന്ന് വെക്കുക. ഓക്കെ, പക്ഷേ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ാമത്തെ ക്രൈറ്റീരിയ കുറച്ച് ആൾക്കാർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആർക്കാണ്? കലാ, കായിക, പ്രവൃത്തി പരിചയ, ഗണിത, സോഷ്യൽ സയൻസ് വിദ്യാരംഗം മേളകളിൽ സബ് ജില്ലാ തലത്തിൽ A ഗ്രേഡോ അല്ലെങ്കിൽ 1ാം സ്ഥാനമോ ലഭിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മുടെ ഈ ഒരു 2ാമത്തെ ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ ആവുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിലൊന്നിലും പങ്കെടുക്കാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ക്രൈറ്റീരിയ മാത്രമാണ് ആപ്ലിക്കബിൾ ആയി വരുള്ളൂ. അതായത് എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് A ഗ്രേഡ് വേണം. ഓക്കെ, മനസ്സിലായോ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് March 22 മുതൽ March 30 വരെ. അതിന് മുമ്പായിട്ട് 30-ന് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്കൂൾ ഹെഡ് മാസ്റ്റർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേര് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ മുന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. റെഡി? യെസ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ നിങ്ങളുടെ 2022 മുതൽ 2023 എന്ന അധ്യയന വർഷത്തെ 7ാം ക്ലാസ്സിലെ എല്ലാ സംഭവവും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും കേട്ടോ. 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ 7-ൽ നിങ്ങൾ ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ വിഷയം നിങ്ങൾ എത്ര മനോഹരമായിട്ട് പഠിച്ചു എന്നുള്ളതൊക്കെ അവർ അനലൈസ് ചെയ്യും. അപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതായത് നമ്മുടെ കറക്കിക്കുത്ത്. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. റെഡി? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൊണ്ട് പേടിക്കാനില്ല, ഒറ്റയടിക്ക് ഉത്തരം അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, എൻ്റെ കുട്ടികൾക്കൊക്കെ ആൻസർ അറിയാം, മിസ്സിന് അറിയാം. ഓക്കെ, ഇനി എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് മക്കളെ? 2 പേപ്പർ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അത് മിസ് പറയാൻ വിട്ടുപോയി അല്ലേ. അപ്പോൾ 2 പേപ്പർ ഉള്ളതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേപ്പർ വരുന്നത് രാവിലെ 10:15 മുതൽ 12 മണി വരെയാണ്. 2ാമത്തെ പേപ്പർ വരുന്നത് ഉച്ചയ്ക്ക് 1:15 മുതൽ 3 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഫുൾ നമ്മുടെ എക്സാമിൻ്റെ പണിയൊക്കെ കഴിയുന്നതാണ് കേട്ടോ. റെഡി? അപ്പോൾ ഇനി പേപ്പർ 1-ൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? ഭാഷയും ഗണിതമാണ് ഉണ്ടാവുക. അതിൽ 3 പാർട്ടായിട്ടാണ് ഉണ്ടാവുക. പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ പാർട്ട് Aയിൽ നമുക്ക് 1ാം ഭാഷ അഥവാ AT ഭാഗം 1 AT ആണ് ഉണ്ടാവുക. മലയാളം, കന്നഡ, തമിഴ്, അറബി, ഉറുദു, സംസ്കൃതം. ഇനി പാർട്ട് Bയിൽ നമുക്ക് 1ാം ഭാഷയുടെ ഭാഗം 2 ആണ് ഉണ്ടാവുക അഥവാ BT. ഓക്കെ, ഇനി പാർട്ട് Cയിൽ നമുക്ക് മാത്സ് അഥവാ ഗണിതമായിട്ടാണ് ഉണ്ടാവുക. ഇനി പേപ്പർ 2 നോക്കുന്നത്, അതായത് നിങ്ങൾ ഉച്ചയ്ക്ക് എഴുതുന്ന പേപ്പർ 2 നോക്കുകയാണെങ്കിൽ പാർട്ട് A എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. പാർട്ട് B എന്ന് പറഞ്ഞ അടിസ്ഥാന ശാസ്ത്രം അഥവാ നമ്മുടെ ബേസിക് സയൻസ് ആണ്. അതിനുശേഷം പാർട്ട് C എന്ന് പറഞ്ഞ സാമൂഹ്യ ശാസ്ത്രം അഥവാ നമ്മുടെ ഏതാണ്? സോഷ്യൽ സയൻസ്. യെസ്, അതന്നെ. യെസ്. അപ്പോൾ രാവിലെ 10:15 മുതൽ 12 വരെയാണ് നമ്മുടെ 1ാം പേപ്പറിന്റെ പരീക്ഷാ സമയം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിട്ട് എടുക്കാവുന്നതാണ്. നമുക്കൊന്ന് കൂൾ ആവാൻ. ഓക്കെ, റെഡി? ആ കൂൾ ഓഫ് ടൈം ആയിട്ട് എടുക്കാവുന്നതാണ്. റെഡി? ഇനി 1ാം പേപ്പറിൽ നിങ്ങൾക്ക് 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ. 1ാം പേപ്പറിൽ 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ പാർട്ട് Aയിൽ നിങ്ങൾക്ക് ആകെ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 2ാമത്തെ നോക്കുകയാണെങ്കിൽ പാർട്ട് Bയിൽ നിങ്ങൾക്ക് 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ശരിയായിട്ട് എഴുതിയ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമാണ് അവർ പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, റെഡി? നിങ്ങൾ ഫുള്ള് എഴുതിയാലും അതിലുള്ള ശരിയായിട്ടുള്ള 10 എണ്ണം മാത്രമാണ് അവർ പരിഗണിക്കുള്ളൂ. റെഡി? ഇനി പാർട്ട് C നോക്കുന്ന സമയത്ത് ഗണിതമാണ്. ആകെ നിങ്ങൾക്ക് 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഒരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, റെഡി?
ഇനി അടുത്ത നിങ്ങളുടെ രണ്ടാമത്തെ പേപ്പറിൽ നിങ്ങൾക്ക് ടോട്ടൽ 55 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ പാർട്ട് എ വരുന്നത് ഇംഗ്ലീഷ് ആണ് അല്ലേ. അതിൽ ആകെ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഇനി പാർട്ട് ബി വരുന്നത് നമ്മുടെ ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രത്തിൽ ആകെ 20 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾ 15 എണ്ണം ശരിയാക്കി എഴുതിയാൽ മതി. അതാണ് അവർ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി ഇതാ പാർട്ട് സിയിൽ നിങ്ങൾക്ക് ആകെ വരുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിൽ 20 ചോദ്യങ്ങളാണ്. അതിലും നിങ്ങൾ 15 ചോദ്യങ്ങൾ ശരിയാക്കി എഴുതിയാൽ മതി. അതാണ് നിങ്ങളുടെ വാല്യുവേഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. റെഡി? യെസ്. അങ്ങനെ ടോട്ടൽ ആയിട്ട് ഇതാ നിങ്ങൾക്ക് എന്തുണ്ട്, പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേപ്പർ 1 50, പേപ്പർ 2 55. റെഡി? യെസ്. ഒരു ചോദ്യത്തിന് ഒരു സ്കോർ വീതമാണ് ആകെ ഉത്തരം എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ 90 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 90 ആയിരിക്കും മാക്സിമം സ്കോർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് എങ്ങനെയാണ് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സബ് ജില്ലയിൽ ഏതെങ്കിലും ഒരു നല്ല സൗകര്യമുള്ള ഒരു UP അല്ലെങ്കിൽ HS സ്കൂളിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ എക്സാം നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഏതാണ് സെൻറ്റർ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്മിറ്റ് കാർഡിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ, അതേപോലെ തന്നെ ഒരു സ്കൂളിൽ ഒരു 200 കുട്ടികൾ എന്നുള്ള രീതിക്കായിരിക്കും എക്സാം ഉണ്ടാവുക. 200 കുട്ടികളിൽ കൂടുതൽ ഒരു സബ് ജില്ലയിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സെൻറ്ററും കൂടി അവർ വെക്കുന്നതാണ്. റെഡി? യെസ്. യെസ്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ OMR ഷീറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, OMR ഷീറ്റിൽ ബബിൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ബബിൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് മാനുവൽ ആയിട്ടുള്ള വാല്യുവേഷൻ അല്ല, കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ ആണ്. അതായത് നിങ്ങൾ ഒന്ന് ഉത്തരം എഴുതി അയ്യോ ഇതല്ലായിരുന്നു B ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെയും ബബിൾ ചെയ്ത് 2 എണ്ണം ബബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കില്ല അത് വാല്യുവേറ്റ് ചെയ്യുക. അപ്പോൾ മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് അലിവൊക്കെ തോന്നി പാവം കുട്ടി ശരിയാക്കിയതല്ലേ മാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ അങ്ങനത്തെ മനസ്സലിവൊന്നുമില്ല, കൊടുക്കുന്ന നിർദ്ദേശം അങ്ങനെ പാലിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് ഉത്തരത്തിന്റെ മാർക്ക് കിട്ടാതെ വരും അല്ലേ. യെസ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതാ USS പരീക്ഷയുടെ ഉത്തര പേപ്പറുകളൊക്കെ ഇതാ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. റെഡി? യെസ്. ഇതാ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള യോഗ്യത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ടോട്ടൽ മാർക്സ് 90 ആണ് അല്ലേ. അതിൽ നിങ്ങൾക്ക് 63 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർക്ക് വേണം. അതായത് 70% മേലേക്ക് മാർക്ക് വേണം. 70% അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കോ. അതിൽ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും നല്ല മാർക്കുള്ള കുറച്ച് കുട്ടികളെയാണ് ഇതിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ USS പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ലഭിച്ച കുട്ടികളിൽ നിന്നാണ് കേട്ടോ അത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ 40 കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ തന്നെ സംവരണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പൺ വിഭാഗത്തിന് 30, OBC 2, OEC 2, SC 2, ST വിഭാഗം 2, CWSN വിഭാഗം 2, അങ്ങനെ ടോട്ടലായിട്ട് 40 ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നുള്ള രീതിക്ക് വരുന്നത്. റെഡി? യെസ്. ഇനി എങ്ങനെയാണ് ഫലപ്രഖ്യാപനം നോക്കുകയാണെങ്കിൽ നമ്മുടെ പരീക്ഷാ ഭവൻ ത്രൂ ആണ് റിസൾട്ട് വരിക. മിസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സൈറ്റിലെ ഡീറ്റെയിൽസും ഒക്കെ. റെഡി? ഇനി സർട്ടിഫിക്കറ്റ് വിതരണം അല്ലെങ്കിൽ സ്കോളർഷിപ്പ് തുക വിതരണം നടക്കുന്നത് USS പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ പരീക്ഷാ ഭവനിൽ നിന്നും ലഭിക്കുന്നതാണ്. സ്കോളർഷിപ്പ് തുക അടുത്ത അധ്യയന വർഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ സ്കോളർഷിപ്പ് സെല്ല് വഴിയാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഈ USS എക്സാമിന് പറ്റിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഓർത്തിരിക്കുക, April 26 നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു മാസത്തിൻ്റെ മേലെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, എല്ലാ മക്കളെ കൊണ്ടും പറ്റും. നമ്മുടെ ചാനൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സസും ഇനി അങ്ങോട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡിയായി സെറ്റായിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.